ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുട്ടത്തോരനാണ്. അതിനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി, ഒരു ചെറിയ സവാള, കുറച്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയ്ക്കകത്തേക്ക് നമ്മൾ ഇതിന് വേണ്ടുന്ന പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഇനി ഒരു കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് ഇളക്കിയെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് നമ്മൾ അരയ്ക്കണമൊന്നുമില്ല, കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നതേ ഉള്ളൂ. ഇനിയൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതെടുത്ത് ഗ്യാസിൽ വയ്ക്കാം. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ രുചി. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, അത് നമ്മൾ ചേർക്കുവാണ്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ ഇട്ടില്ല, മുളക് പൊടി ചേർത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ. മുട്ട ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിന് സെൻറ്ററിൽ തന്നെ നമുക്കൊരു കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുട്ട ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് ഉടനെ ഇളക്കാൻ നിൽക്കാതെ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ചിക്കുമ്പോൾ പെട്ടെന്ന് ചിക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചു. അതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. മുട്ടയ്ക്ക് ആവശ്യമായൊരു കുറച്ച് ഉപ്പൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ട ഇങ്ങനെ ചിക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് മുട്ടയ്ക്കൊരു ശകലം എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ശകലം കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ മുട്ടയുടെ നമ്മൾ ചിക്കി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് മുട്ടയ്ക്ക് ഉപ്പിൻ്റെ സ്വാദ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് മുട്ടയിൽ പിടിക്കാനായിട്ടൊരു കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ട നന്നായിട്ട് ചിക്കി എടുത്താൽ പിന്നെ നമ്മൾ കൈകൊണ്ട് തിരുമ്മി വെച്ചേക്കുന്ന നമ്മുടെ അരപ്പം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഈ അരപ്പിട്ടത് കൊണ്ട് ബാക്കിയെല്ലാം വെന്തിട്ടുണ്ട്. തേങ്ങായും അതും കൂടി ഇട്ടത് കൊണ്ട് അതും കൂടെ ഒന്ന് വെന്തെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ മുട്ട
തോരൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടത്തോരൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.